أهلا وسهلا يا رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر الذكر والإحسان أهلا وسهلا يا رمضان شهر الصدقة والإكرام مرحبا بك رمضان رمضان. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم صدق الله العظيم. وقد قال النبي صلى الله عليه وسلم لا يرد القضاء إلا الدعاء. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا علمي على أحد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا علمي على أحد. إني إذا صامني غير يربعني أقول يا سيد الصلاة يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. خذ بأيدينا قلت حيلتنا بذكرنا يا سيدنا يا رسول الله. أنت عمدتنا عند شدتنا وقربتنا يا رسول الله. حق سبحانه وتعالى നമ്മുടെയും നമ്മുടെ അഹലികാരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു പൂർത്തിയാക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാൻ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലായി അമലുകളിൽ മുഴുകി നല്ല റാഹത്താലേക്ക് യാത്രയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമി ലോകത്ത് ഇറങ്ങിയിട്ടുള്ള കൊറോണ വൈറസ് എന്ന മാരകമായ വിപത്തിൽ നിന്ന് അള്ളാഹു എളുപ്പത്തിൽ സലാമത്ത് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇപ്പോൾ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സ്നേഹിതൻ നൗഷാദ് സാഹിബ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട മമ്മാക്കുന്ന് കുനിയിൽ പരേതരായ മറിയുമ്മ അബ്ദുൽ ഖാദർ ദമ്പതികളുടെ 8 മക്കൾ, അതിൽ 4 പേര് മരണപ്പെട്ടു പോയി. മുഹമ്മദ് ഇബ്രാഹിം, അബൂ മൂസ തുടങ്ങിയ 4 ആൺമക്കൾ, കുഞ്ഞിപ്പാത്തു, ഷരീഫ, സൈനബ, ആയിഷ, 4 പെൺമക്കൾ. ഇതാണ് അവരുടെ സന്തപ്ത കുടുംബം. അബ്ദുൽ ഖാദർ, മറിയുമ്മ, അവരും അവരുടെ മരണപ്പെട്ടു പോയ 4 ആൺകുട്ടികളും അള്ളാഹു അവരുടെ ഖബറടം സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.
ജീവിച്ചിരിക്കുന്ന 4 പെൺമക്കളും അവരുടെ മക്കളും അവരുടെ മക്കളെ മക്കളും അവരുടെ ഭർത്താക്കന്മാരും അടങ്ങുന്ന കുടുംബം. അതിൽ രോഗികളായ ആളുകളുണ്ട്, വളരെ മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ മക്കളെ മക്കൾ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരും വളരെ പ്രയാസത്തിലാണ്. എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു എളുപ്പത്തിനും വേഗത്തിലും സാധിപ്പിച്ചു കൊടുക്കുമാറാണ്. ഈ സമയത്ത് ഈ കുനിയിൽ ഹൗസിലുള്ള തറവാട്ടിലുള്ള മുഴുവൻ മെമ്പർമാരോടുമാണ് ഞാനിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വളരെ ഭീതികരമായ ഒരു കാലഘട്ടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്തി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും. അസ്സാബിറു അലാ ദീനിഹി, ആ കാലഘട്ടത്തിൽ ദീനിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുന്ന ആളുകൾ കൽ ഖാബിദി അലൽ ജംറ, നല്ല ശക്തിയായി ചൂടുള്ള ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചാൽ എങ്ങനെയായിരിക്കും? അതിന്റെ ശക്തിയായി ചൂടുകൊണ്ട് അത് വലിച്ചെറിയാൻ ശ്രമിക്കുന്നത് പോലെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ധാരാളം പരീക്ഷണങ്ങളും ധാരാളം പ്രയാസങ്ങളും അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനെ വലിച്ചെറിയാൻ, ദീനിനെ വലിച്ചെറിയാൻ ശ്രമിക്കും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് മുന്നേറാൻ തൗഫീഖ് നൽകുമാറാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തെന്നില്ലാത്തൊരു അത്ഭുതം. അന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ. എന്താണ് അത്ഭുതപ്പെടാൻ കാരണം? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവന് ഖൈറായി മാറും. ഏത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്, A+. രോഗം വന്നാലും മാനസിക പ്രയാസം വന്നാലും ശാരീരിക പ്രയാസം വന്നാലും സാമ്പത്തിക പ്രയാസം വന്നാലും അതുപോലെ തന്നെ മറ്റ് കാലോചിതമായി വന്നുകൊണ്ടിരിക്കുന്ന ബലാൽ മുസീബത്തുകൾ വന്നാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഖൈറാണ്. ശേഷം ആ ഹദീസിൽ വിശദീകരിക്കുന്നത്, ഇദാ അസ്വാബത്തുഹു സർറ, ഒരു സത്യവിശ്വാസിക്ക് സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാര്യം വന്നു എന്നിരിക്കട്ടെ, അവന്റെ സ്ഥിതി എന്താണ്? ശക്കറ. ആ നന്മ, ആ ഗുണകരമായ സന്തോഷകരമായ ആനന്ദകരമായ സംഗതി വരുമ്പോൾ അതിന് നന്ദി എന്ന നിലക്ക് ശുക്ർ ചെയ്യുന്നു. അപ്പോൾ ശുക്ർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ നിഅമത്തിന് നിങ്ങൾ ശുക്ർ ചെയ്താൽ കൂടുതൽ കൂടുതൽ നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ നൽകും. അപ്പൊ അത് ഖൈറായി. വൈൻ അസാബത്തുഹു ദർറാ, ഇനി ആ സത്യവിശ്വാസിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വന്നു, പ്രയാസകരമായ ഒരു കാര്യം വന്നു, എന്നാൽ സബറ, ക്ഷമിക്കും. കാരണം ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ക്ഷമ എന്ന് പറയുന്നത് അസ്സബുർ നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. ഈമാനിനെ 2 ഭാഗമായി പകുത്താൻ അതിൽ പകുതി ഭാഗം ക്ഷമയാണ്.
അപ്പോൾ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. സയജ്അലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. ഒരു ഞെരുക്കം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന് എളുപ്പമുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ക്ഷമിക്കും. അപ്പോൾ ഫക്കാനത്ത് ഖൈറല്ല, അതവർക്ക് ഖൈറാണ്. അപ്പൊ സന്തോഷകരമായ കാര്യം വന്നാലും ഖൈറാണ്, ദുഃഖകരമായ കാര്യം വന്നാലും ഖൈറാണ്. രണ്ടായാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. എന്തുകൊണ്ട്? ഈ ലോകം എന്ന് പറയുന്നത് ലൗകാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദത്തിൻ മാ സഖാ കാഫിറൻ ഖത്തു എന്നാണല്ലോ. ഈ ലോകത്തിന് അല്ലാഹു തആല ഒരു കൊതുകിന്റെ ചിറകിന്റെ വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ അവിശ്വാസിക്കും ഒരു തുള്ളി വെള്ളം അല്ലാഹു കുടിപ്പിക്കില്ല എന്ന്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ജയിലാണ്. ഒരു ജയിലിൽ നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ സാധ്യമല്ല. നാം ഉദ്ദേശിക്കുന്നതൊക്കെ കുടിക്കാനും നാം ഉദ്ദേശിക്കുന്നതൊക്കെ കഴിക്കാനും സ്വാതന്ത്ര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. നാം ഉദ്ദേശിച്ച പോലെ ജീവിക്കാൻ ജയിലിൽ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇതൊരു ജയിലാണ്. അവിശ്വാസിക്ക് ഇതൊരു സ്വർഗമാണ്. അവർക്ക് ഇനി ഒരു സ്വർഗമില്ല. നമുക്ക് സ്വർഗം വരാനിരിക്കുന്നേ ഉള്ളൂ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ദുനിയാവിനേക്കാൾ നിനക്ക് ഖൈറ് ആഖിറമാവുന്നതാണ്. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ സ്വർഗ്ഗമാകുന്ന വീട് ആർക്ക് വേണ്ടിയാണ് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അഹങ്കാരമില്ലാത്ത, ഉൾനാട്യമില്ലാത്ത, ഫിത്നയുടെയും ഫസാദിന്റെയും ചിന്തയില്ലാത്ത, നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, ഭക്തിയുള്ള മനസ്സിന്റെ ഉടമകൾക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിരിക്കുന്നത്. ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയാണ് നോമ്പനുഷ്ഠിക്കുന്നത്. അസ്സൗമുലി വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ സ്വർഗത്തിൽ ഒരു കവാടം തന്നെയുണ്ട്. അതിന്റെ പേര് റയ്യാൻ എന്നാണ്. അതിൽ കൂടി നോമ്പുകാർ പ്രവേശിക്കും. അല്ലാഹു ജല്ല ജലാലുഹു നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിക്കപ്പെട്ട ഒരു കവാടം തന്നെ ഉണ്ട് എങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് നാം നമസ്കാരം നിർവഹിക്കുന്നത്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സ്വർഗം കൊണ്ട് വിജയിച്ചവർ, അത് ഭക്തിയോടുകൂടി കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരാണ്. അതേപോലെ തന്നെ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ദാനം ചെയ്യുന്നവരാണ്. യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവർ. ലാ യുത്ബിഊന മന്നൻ വലാ അദാ. ആ സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു പറയുകയോ അല്ലെങ്കിൽ ആ കൊടുക്കപ്പെട്ടവരെ ദ്രോഹിക്കുകയോ ചെയ്യാത്ത നിലക്ക് രഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുന്നവർ. മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമ വലദത്ഹു ഉമ്മുഹു. അനാവശ്യ വർത്തമാനങ്ങളിൽ നാവിനെ സൂക്ഷിച്ച് അനാവശ്യമായ പ്രവർത്തനങ്ങൾ ശരീരത്തെ പിടിച്ചു നിർത്തി ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ പ്രസവിക്കപ്പെട്ട ദിവസത്തിലെ കുട്ടിയെ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉ ജന്ന. അവർക്ക് നൽകുന്ന പ്രതിഫലം സ്വർഗ്ഗമാണ്. അപ്പൊ സ്വർഗം ലഭിക്കാനാണ് ഹജ്ജ് നിർവഹിക്കുന്നത്, സ്വർഗം ലഭിക്കാനാണ് നോമ്പ് നോൽക്കുന്നത്, സ്വർഗം ലഭിക്കാനാണ് നിസ്കാരം നിർവഹിക്കുന്നത്,
സ്വർഗം ലഭിക്കാനാണ് ദാനധർമ്മങ്ങൾ ചിലവഴിക്കുന്നത്. മറിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പൊങ്ങച്ചത്തിന് വേണ്ടിയോ പ്രൗഢിക്ക് വേണ്ടിയോ മറ്റീ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഈ ഭൂമി ജയിലാണ്. ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് വെക്കുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിക്കടിയായി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവന്റെ കൂടെ പിറപ്പാണ്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. നിശ്ചയം നിങ്ങളെ ഭയം കൊണ്ട് നാം പരീക്ഷിക്കും. എന്തെന്നില്ലാത്ത പേടി. വൽജൂഇ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ മുതലുകൾ ചുരുക്കിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. വൽ അൻഫുസി കൂട്ട മരണങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. വസ്സമറാത്തി കായ്കനികളും പഴങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുന്ന എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അതൊക്കെ ചുരുക്കി 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 നിങ്ങളെ നാം പരീക്ഷിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ചെന്നിച്ചാൽ നിങ്ങൾക്ക് അടിക്കടിയായി വിഷമങ്ങൾ തന്നുകൊണ്ടിരിക്കും. അംഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നുവോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പൂർവികരായ മഹാരഥന്മാരെ മഹതിമാരെ അവർക്ക് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് അവർക്ക് പിടികൂടിയിട്ടുള്ളത്? മസ്സത്തുഹുൽ ബഅ്സാഉ വദ്ദറാ, അവർക്ക് രോഗം പിടികൂടിയിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും അവർ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷിക്കാൻ ആഹാരം കിട്ടാത്ത സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. പച്ചിലകൾ വരെ ചവച്ചു തിന്ന അനുഭവങ്ങൾ അവരുടെ ചരിത്രത്തിലുണ്ട്. പ്രവാചകരും അനുചരന്മാരും അവരെ കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന മുൾമുനയിൽ എത്തിക്കപ്പെടുന്ന രൂപത്തിൽ അവരെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ മത്താ നസ്റുല്ലാ അവരൊക്കെ പറഞ്ഞു എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? അള്ളാഹു പറഞ്ഞു അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അള്ളാഹുവിന്റെ സഹായമല്ലാതെ ഒരു സഹായവും നമുക്കില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു നിങ്ങളെ സ്മരിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളെ ഞാൻ ഓർമ്മിക്കും. അള്ളാഹുവിനെ വിസ്മരിച്ചാൽ അള്ളാഹു നമ്മളെ വിസ്മരിക്കും. ഈ ഒരു ബോധമാണ് ആധുനിക ലോകത്തുള്ള തലമുറക്ക് അനിവാര്യമായി വേണ്ടത്. റബ്ബിനെ എന്ന് വിസ്മരിച്ചോ അന്ന് ലോകത്ത് പരീക്ഷണങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുക. ആയതിനാൽ ഈ ഒരു കൊറോണ വൈറസ് കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നങ്ങോട്ട് പരീക്ഷണത്തിന്റെ ഓരോ മണികൾ തുടർന്ന് ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഫൽയത്തഖു ഇൻദ ദാലിക റിഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ, നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. ഭൂകമ്പത്തെയും ഭൂമി വിഴുങ്ങലിനെയും കോലം മറിക്കലിനെയും പ്രതീക്ഷിച്ചുകൊള്ളുക. തസ്ബീഹിമാലയുടെ കയർ കണ്ണീങ്ങ പൊട്ടിച്ചാൽ അതിൽ ഓരോ കൽമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷ തുടരെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞ ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ. നബിയെ തങ്ങൾ പറയാ, നിങ്ങളെ മനമൊരുക്കിയിട്ടുള്ള പ്രാർത്ഥന ഇല്ല എന്നെങ്കിൽ അല്ലാഹു നിങ്ങളെ വിലവെക്കില്ല. ലാ യർദുൽ ഖളാ ഇല്ല ദുആ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖളായിനെ തടുക്കാൻ ദുആ കൊണ്ട് മാത്രമേ സാധിക്കൂ. അദ്ദുആ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മച്ചിയാണ് ദുആ. ദുആഇന്റെ അദബുകൾ അതിൽ ഒന്ന് യദ്ഉന റബ്ബഹും തളറുഅൻ വഖുഫ്യ, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കും. തളറുഅൻ, മനസ്സ് നൊന്തുകൊണ്ട്, മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും.
യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ, റബ്ബിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ അദാബിനെ ഭയന്നുകൊണ്ടും അവർ ദുആ ചെയ്യും. ദുആഇന്റെ ആദാബുകളിൽപ്പെട്ടതാണ് ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടക്കം കുറിക്കപ്പെടുക, ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കപ്പെടുക. റബ്ബിന്റെ റഹ്മത്തിനെ ഉറപ്പിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അദാബിനെ ഭയന്നുകൊണ്ടും ദുആ ചെയ്യുക. അതുപോലെ ദുആയിലുടനീളം അല്ലാഹ് എന്ന ആ ഒരു ചിന്തയും ആ ഒരു ദിക്റും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ പ്രാർത്ഥിക്കുക. ശ്രേഷ്ഠമാക്കപ്പെട്ട റമദാൻ പോലെയുള്ള മാസം, ലൈലത്തുൽ ഖദർ പോലെയുള്ള ദിവസങ്ങൾ, വെള്ളിയാഴ്ച പോലെയുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ പാതിര സമയം, രാജനായ റബ്ബുൽ ഇസ്സത്ത് കരുണാവാരിധിയ റഹ്മാനും റഹീമുമാണ്. എത്ര തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു തആല പുറത്തു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാന്മാരൊക്കെ പറഞ്ഞില്ലേ, ഇലാഹി അബ്ദുകൽ ആസിയതക മുഖറം ബിറുബി വഖദ്ദഅക ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക മിനു ഫഇൻ തത്റദ് ഫമൻ യർഹം സിവാക. നിന്റെ ദോഷിയായ അടിമ നിന്റെ പടിവാതിൽക്കൽ വന്നിരിക്കുന്നു. മുഖറം ബിറുബി, തെറ്റുകുറ്റങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് വഖദ്ദഅക, നിന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു, നീ എനിക്ക് പുറത്തു തരികയാണെങ്കിൽ നീ അതിന് ഏറ്റവും അർഹതപ്പെട്ടവനാണ്. നീ ഗഫൂറാണ്, ഗഫാറാണ്, റഹീമാണ്, വദൂദാണ്, ലത്തീഫാണ്. എത്രയോ പാപികൾക്ക് നീ പാപം പുറത്തു കൊടുത്തിട്ടുണ്ട്, എനിക്ക് നീ പുറത്തു തരണം. ഫഇൻ തത്റദ്, നീ കൈവിടുകയാണെങ്കിൽ വമൻ യർഹം സിവാക, നീ അല്ലാത്ത ആരുണ്ട് എനിക്ക് കരുണ ചെയ്യാൻ എന്ന് മഹാന്മാര് ചോദിച്ചതും പറഞ്ഞതുമായ സംഭവങ്ങൾ ധാരാളം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഅബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൻ ദംബിൽ അദീമി. മഹാന്മാര് പറഞ്ഞില്ലേ, നിന്റെ സ്വർഗത്തിൽ കിടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കാരണം അതിന് മാത്രം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അതിന്റെ മാത്രം പുണ്യങ്ങൾ നമ്മൾ സംഭരിച്ചിട്ടില്ല. നമ്മുടെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെയും അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെയാണല്ലോ ചെലവഴിച്ചത്. ആ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതൊക്കെ പോയതൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത നമുക്കുള്ളത് ഒരു യോഗ്യതയില്ല. എന്നാൽ പിന്നെ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയുണ്ടോ? അതുമില്ല. കാരണം നരകത്തിലുള്ള അഗ്നിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഒരു ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലച്ചോറ് തെളിച്ചു മറിയുമെന്നാണല്ലോ ഹദീസ്. ആ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയും ഊക്കും നമുക്കുണ്ടോ? അതുമില്ല. ആയതിനാൽ ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്ത് ഞങ്ങളെ തൗബാന സ്വീകരിക്കണേ എത്ര വലിയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുന്നവനാണല്ലോ. ഇങ്ങനെ ഈ പുണ്യമാക്കപ്പെട്ട രാവുകളിൽ നാം രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞി കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എല്ലാ വിപത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മുസീബത്തിൽ നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായ ആനന്ദകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കാനും സാധിക്കും. വിശിഷ്യ ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് ദിനമാണല്ലോ വിശുദ്ധമായ റമദാനിലെ ഈ ഇന്നലെ കഴിഞ്ഞ രാവ്. ഫാത്തിമത്തു ബിൽഅത്തുൻ മിന്നി, ഫാത്തിമ ബീവി എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് നബി തങ്ങളുടെ വഫാത്തിന്റെ രംഗം കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. കരഞ്ഞപ്പോ മകളെ നബിതങ്ങള് അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ചെവിയിൽ മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചത്?
ഫാത്തിമ നീ ദുഃഖിക്കേണ്ടതില്ല. വാപ്പ മരിച്ചിട്ട് 6 മാസം ആയാൽ നീ എൻ്റെ കൂടെ തന്നെ വരും എന്നൊരു സന്തോഷ വാർത്ത ഫാത്തിമ ബീവി അറിയിച്ചു. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 വഫാത്തായി. റമദാനിൽ 3 ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ വഫാത്തായി. ആ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫാത്തിമ ബീവി ഒരു പ്രത്യേക തരത്തിലാണ് ഒരു തയ്യാറെടുപ്പ്, ഒരു പ്രത്യേകമായൊരു തയ്യാറെടുപ്പ്. കുഞ്ഞുമക്കളുടെ ഡ്രസ്സുകൾ അവരെ കുളിപ്പിച്ച് ഡ്രസ്സുകൾ അണിയിപ്പിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുളിച്ച് ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുണ്ട്. സാധാരണ പത്തിരി ചുടാൻ വേണ്ടി എടുക്കുന്ന മാവിനേക്കാൾ കൂടുതൽ മാവ് കുഴച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നടത്തി സാധാരണ കാണാത്ത ഒരു പ്രത്യേകത. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഫാത്തിമ, എന്താണ് നിന്റെ പുറപ്പാട്? നീ എവിടെയെങ്കിലും പോകാനുള്ള ഒരുക്കത്തിലാണ്? ഫാത്തിമ പറഞ്ഞു, ഞാനൊരു യാത്രക്ക് പോകണം. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല ഞങ്ങളൊന്നും പറ്റില്ലേ? അപ്പൊ ഫാത്തിമ പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരാൻ പറ്റാത്തൊരു യാത്രയിലേക്കാണ് ഞാൻ പോകുന്നത്. ഭർത്താവിനെയും മക്കളെയും കൂട്ടാൻ പറ്റാത്തൊരു യാത്ര. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഫാത്തിമ, നീ എന്താണ് പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു. നീണ്ട ചരിത്രമാണ്, അങ്ങനെ ചുരുക്കി ഞാൻ പറയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 2 മക്കളെ മടിയിലിരുത്തി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് പരസ്പരം പൊരുത്തപ്പെടിച്ച് എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് ആ വാചകം? لكل اجتماع من خليلين فرقة وكل الذي دون الفراق كليل فإن افتقادي فاطما بعد أحمدي دليل على ألا يدوم خليل. ഈ ലോകത്ത് ഒരിക്കലും ഇണപിരിയാതെ ജീവിച്ച ഏത് ഇണകളും ഒരു സുപ്രഭാതത്തിൽ ലോകത്തോട് വിട പറയും. ഭർത്താവ് വിട പറയുന്ന സമയം ഭാര്യയുടെ മനസ്സ്, ഭാര്യ വിട പറയുന്ന സമയത്ത് ഭർത്താവിന്റെ മനസ്സ്, മക്കൾ വിട പറയുന്ന സമയത്ത് മാതാപിതാക്കളുടെ മനസ്സ്, മാതാപിതാക്കൾ വിട പറയുന്ന സമയത്ത് മക്കളുടെ മനസ്സ്. അങ്ങനെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരും ഏറ്റവും പ്രിയപ്പെട്ടപ്പെടുന്നവരും വിട പറയുന്ന ഒരു സന്ദർഭം ഈ ലോകത്ത് വരാനുണ്ട്. ആ സമയത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹയും അവിടെ വെച്ച് സ്മരിക്കപ്പെടുന്ന രംഗം നാം ഒക്കെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സഹോദരിമാരുടെ മുമ്പിൽ നിൽക്കുന്ന റാണിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മഹതിമാരൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ മുമ്പിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗത്തിന്റെ പ്രധാന കവാടത്തിങ്കൽ ഹൂർലീങ്ങളായ സ്ത്രീകൾ തടസ്സം സൃഷ്ടിക്കുന്ന രംഗമുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ നിങ്ങളെ കടത്തിവിടില്ല. ഹൂർലീങ്ങൾ പറയുന്ന വാക്കാണ് നഹ്നു ഖാലിയാതു ഫലാ ഖുൽതുന്ന അബദ ഫലാ ഖുൽതുന്ന. ഞങ്ങൾ കാലാകാലം ജീവിക്കുന്ന ഞങ്ങളെ തറവാടാണ്, ഇതിലേക്ക് അങ്ങനെ നിങ്ങളെ പ്രവേശിപ്പിക്കില്ല. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മഹതിമാര് കൊടുക്കുന്ന മറുപടിയാണ് നഹ്നു മുസല്ലിയാത്തുൻ ഫലാ സല്ലൈതുന്ന അബദ ഫലാ സല്ലൈതുന്ന നഹ്നു സ്വായിമാത്തുൻ ഫലാ സുംതുന്ന അബദ ഫലാ സുംതുന്ന നഹ്നു റാദിയാത്തുൻ ഫലാ റദീതുന്ന അബദ ഫലാ റദീതുന്ന. ഞങ്ങൾ ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തി ജീവിച്ച പെണ്ണുങ്ങളാണ്, ഞങ്ങൾ നോമ്പ് നോറ്റവരാണ്, ഞങ്ങൾ നിസ്കരിച്ചവരാണ്, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്തവരാണ്, ഞങ്ങൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞ് ദുആ ചെയ്തവരാണ്, ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്.
ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് ജീവിച്ചവരാണ്. നമുക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചതായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത്. തടസ്സം സൃഷ്ടിക്കല്ല. മലക്കുകൾ വിളിച്ചു പറയുന്നു, തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഹഖ് സുബ്ഹാനഹു വ തആല ആ തരത്തിൽ ജീവിക്കുന്ന മോമിനീകളിൽ മോമിനാത്തുകളിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ആയതിനാൽ ഈ പറയപ്പെട്ട കുടുംബം, മമ്മാക്കുന്ന് കുനിയിൽ കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, ആ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന വേദിയാണ് നമ്മുടെ വേദി. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കൊച്ചു നസീഹത്ത് ഈ വിശുദ്ധമായ റമദാനിൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല നസീഹത്തുകൾ നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സഹോദരിമാരുടെ വലിയ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, മജ്ലിസുൻ നിസാ എന്ന ഗ്രൂപ്പ്. അതിൽ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് അല്പം അല്പം റമദാനിനെ കുറിച്ചുള്ള നസീഹത്തുകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഉമ്മമാര്, ധാരാളം സഹോദരിമാര് അതിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം അറിയിക്കാറുണ്ട്. അവരുടെയും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു പെരുമാറാവട്ടെ. നിങ്ങളൊക്കെ ഭക്തിയോട് ആമീൻ പറയുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بعنا يا أرحم الراحمين. اللهم يا حنان يا منان يا ديان يا برهان يا سبحان يا قدوس يا سلام يا قدوس يا سلام يا قدوس يا سلام. سلمنا وسلم أهلنا وسلم بلادنا وسلم بيوتنا وسلم معاهدنا من الآفات والآفات والأمراض والشرور والفتن كلها يا الله يا الله يا الله. عجل إجابتنا بهذا النبي المصطفى المختار صلى الله عليه وسلم. يا رحمن الدنيا والآخرة ارحمنا برحمتك الوسيعة التي وسعت كل شيء واحفظنا يا حفيظ يا حفيظ يا حفيظ بحفظك وكنفك يا أكرم الأكرمين ويا أرحم الراحمين. اللهم يا ولي الأولياء ويا كاشف الضر والبلاء ربنا اكشف عنا العذاب إنا مؤمنون إنا مؤمنون إنا مؤمنون. يا الله يا الله يا الله أغثنا بغياثك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. يا رحمن يا رحيم ارحمنا يا رحمن يا رحيم ارحمنا يا رحمن يا رحيم ارحمنا برحمة تغنينا بها رحمة من سواك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك وإخلاصك وإيمانك يا أرحم الراحمين. يا الله يا الله يا الله خلصنا من الوباء يا الله يا الله خلصنا من الوباء يا الله يا الله خلصنا من الوباء يا الله يا الله سلمنا من الوباء يا الله يا الله سلمنا من الوباء
بحبيبك المصطفى ورسولك المرتضى محمد صلى الله عليه وسلم. اللهم ادفع عنا الغلاء والبلاء والوباء والفحشاء والمنكر والجدب والقحط والسيوف المختلفة والشدائد والمحن والفتن ما ظهر منها وما بطن من بلدنا هذا خاصة ومن بلدان جميع المسلمين مع القرآن إنك على كل شيء قدير. يا ودود يا ودود يا ودود يا ذا العرش المجيد يا فعال لما يريد. رحمن رحيم يا الله الملك الجبار يا الله مالك الملوك يا الله غفار يا الله وهاب يا الله. നിന്റെ കഴിവല്ലാതെ ഒരു കഴിവുമില്ല റഹ്മാനെ, നിന്റെ ഖുദ്റത്തല്ലാതെ ഒരു ഖുദ്റത്തുമില്ല റഹ്മാനെ, നിന്റെ ഇറാദത്തല്ലാതെ ലോകത്തൊരു ഇറാദത്തുമില്ല റഹ്മാനെ. നിന്റെ ഖുദ്റത്ത് കൊണ്ടും ഇറാദത്ത് കൊണ്ടും ഖുവ്വത്ത് കൊണ്ടുമാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തു'തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കും, നീ ഉദ്ദേശിക്കുന്നവർക്ക് അഭിമാനവും അഭിവൃദ്ധിയും നൽകും, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അഭിമാനത്തെ നീ നീക്കും. നിന്റെ കഴിവ് കൊണ്ടല്ലാതെ ലോകത്തൊന്നും നടക്കില്ല റഹ്മാനെ. തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. രാവിൽ നിന്ന് പകലിനെയും പകലിൽ നിന്ന് രാവിലെയും നീക്കുന്നവനാണ് അല്ലാഹ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറപ്പെടുവിക്കുന്ന അല്ലാഹ്. നീ കണക്കാക്കിയതല്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നീ കണക്കാക്കാത്ത ഒന്നും ലോകത്ത് സംഭവിക്കില്ല. പടച്ചവനെ, നിന്നിൽ ഞങ്ങൾ തവക്കുലാക്കുന്നു റബ്ബേ. ഈ പ്രപഞ്ചത്തിൽ നീ ഇറക്കിയിട്ടുള്ള കൊറോണ വൈറസ് പോലെയുള്ള മാരകമായ ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അതിനെ നീ ഉയർത്തണേ റഹ്മാനെ, അതിനെ നീ ഉയർത്തണേ റഹ്മാനെ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. നിന്റെ അടിമകളിൽ ഏറ്റവും ദൗർബല്യമുള്ള ദുർബലരായ വിഭാഗമാണ് അല്ലാഹ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ ദുർബലൻ തന്നെ. മനുഷ്യന്മാർക്ക് നിന്നെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, മനുഷ്യർക്ക് അഹങ്കരിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ ദുർബലൻ തന്നെയാണ് റബ്ബേ. അല്ലാഹ്, നീ തന്ന വിപത്തിനെ നീ ഉയർത്തണേ റഹ്മാനേ, ഉയർത്തണേ റഹ്മാനേ. അല്ലാഹ്, നീ തന്ന രോഗം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. നമ്മിൽ പലരും പല അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. രോഗം എന്താണെന്ന് നിനക്കല്ലാതെ അറിയില്ല റഹ്മാനെ, അതിന്റെ പ്രതിവി എന്താണെന്ന് നിനക്കല്ലാതെ അറിയില്ല റഹ്മാനെ. നീ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, നിന്റെ ശിഫയല്ലാതെ ഒരു ശിഫയുമില്ല റഹ്മാനേ. കീറി മുറിക്കപ്പെടുന്ന രോഗം തരല്ല റഹ്മാനെ, തളർന്നു പോകുന്ന രോഗം തരല്ല റഹ്മാനെ, ഭീതിപ്പെടുത്തുന്ന രോഗം തരല്ല റഹ്മാനെ, വഷളാകുന്ന രോഗം തരല്ല റഹ്മാനെ. സിഹർ മുഖേനയോ ഐൻ മുഖേനയോ ശൈത്വാനിയത്ത് മുഖേനയോ ജലിയോ ഹഫിയോ ആയിട്ടുള്ള ലാഹിറും ബാത്തിനുമായിട്ടുള്ള എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തോടുകൂടി ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി മഹബ്ബത്തിലായി ഖിദ്മത്തിലായി ദീർഘകാലം ഹിമ്മത്തോടെ താഖത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ശരീരത്തിന്റെ ലാഹിറും ബാത്തിനുമുള്ള രക്തത്തിലോ മജ്ജയിലോ മാംസത്തിലോ എല്ലിലോ തൊലിയിലോ ചർമ്മത്തിലോ രോമകൂപങ്ങളിലുള്ള രോഗാണുക്കളെ നീ നീക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമദാനിന്റെ ബർക്കത്ത് നീക്കണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ റഹ്മാനേ.
സിഹറുണ്ടെങ്കിൽ ബാത്തിലാക്കണേ അല്ലാ, അയിലുണ്ടെങ്കിൽ നീക്കണേ അല്ലാ, ശൈത്താന് തറുണ്ടെങ്കിൽ നീക്കണേ അല്ലാ. കിടപ്പിലായി പോകുന്ന രോഗം തരല്ല റഹ്മാനെ, തളർന്നു പോകുന്ന രോഗം തരല്ല റഹ്മാനെ, ഭീതിപ്പെടുന്ന രോഗം തരല്ല റഹ്മാനെ, വഷളാക്കുന്ന രോഗം തരല്ല റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ്, വിദേശങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് നാട്ടിലെത്തിച്ചേരാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അധികാര വർഗത്തിന്റെ മനസ്സിൽ അവരോടുള്ള റഹ്ഫത്തിട്ട് കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും സ്നേഹവും നിലനിർത്തി തരണേ റഹ്മാനെ. പരസ്പര കരുണ കിട്ടി തരണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ സമാധാനം അന്തരീക്ഷം സൃഷ്ടിക്കണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. ഈ ഭൂമിയിൽ സമാധാനം നൽകണേ റഹ്മാനെ. നീ ശിക്ഷിക്കല്ല റഹ്മാനെ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അർഹനാണ് റഹ്മാനെ. പക്ഷേ നീ ഗഫൂറാണ്, ഗഫൂറാണ് അല്ലാഹ്. നീ മാപ്പ് നൽകണേ റഹ്മാനെ, മാപ്പ് നൽകണേ റഹ്മാനെ. ഭാര്യ മക്കളെ കണ്ണിന് കുളിർമയും കൽവിന് സന്തോഷമുള്ള സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. കണ്ണിന് കുളിർമയുള്ള കൽവിന് സന്തോഷമുള്ളവരാക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പുതിയ പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് അത് നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ വിജയം നൽകണേ റഹ്മാനെ, ലാഭം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കടത്തിലായി മരിപ്പിക്കല റഹ്മാനെ. മനസ്സിന്റെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. മനസ്സിന്റെ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. മനസ്സിന്റെ ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. ബിഹബീബിക മുസ്തഫ വറസൂലിക്കൽ മുർത്തദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശുദ്ധമായ റമദാൻ നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ സ്വാഗതം ചെയ്യാനും തിരിച്ചയക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ പള്ളികളൊക്കെ അടക്കപ്പെട്ടിരിക്കുകയാണ് റഹ്മാനെ. നീ എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ അല്ലാഹ്. പടച്ച രോഗികളായി കിടക്കുന്നവർക്ക് പൂർണ്ണമായ സിഹത്ത് നൽകണേ റഹ്മാനെ. കൊറോണ വൈറസ് ബാധിച്ച മുഴുവൻ രോഗികൾക്ക് നീ പൂർണ്ണമായ സിഹത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നമ്മിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ റഹ്മാനെ, അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മറിയം അബ്ദുൽ ഖാദിർ ദമ്പതികളുടെയും അവരുടെ മരണപ്പെട്ടു പോയ മക്കളുടെയും ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവരെ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ ഐക്യം നൽകണേ റഹ്മാനെ. ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ വിദേശത്തുള്ള മക്കൾക്ക് നാട്ടിൽ തിരിച്ചെത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിഹബീബിക്കൽ മുസ്തഫ വറസൂലിക്കൽ മുർത്തദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖബൂലും മബ്റൂറും മർദിയും ഹജ്ജും ഉംറയും സിയാറത്തും കറാത്ത് മറാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിഹബീബിക്കൽ മുസ്തഫ വറസൂലിക്കൽ മുർത്തദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നല്ല മാസത്തിലും നല്ല ദിവസത്തിലും നല്ല സമയത്തും നല്ല സ്ഥലത്തും വെച്ച് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ പെടുത്തണേ റഹ്മാനെ. പടച്ചറപ്പിയ പരീക്ഷ എഴുതാൻ ഉദ്ദേശിച്ച മക്കളും എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, എഴുതി പാതി വക്കിൽ നിൽക്കുന്നവരുണ്ട്. പടച്ചവനെ അവരുടെ പരീക്ഷയിൽ നീ വിജയം നൽകണേ റഹ്മാനെ. അവരുടെ പഠനത്തിൽ പുരോഗതി നൽകണേ റഹ്മാനെ. ഉയർച്ചയും വളർച്ചയും നൽകണേ റഹ്മാനെ. ഈ സംരംഭത്തിന്റെ കാരണക്കാരനായ നൗഷാദ് സാഹിബിന്റെയും കുടുംബത്തിന്റെയും നീ സമാധാനം നൽകണേ, സന്തോഷം നൽകണേ, ബർക്കത്ത് നൽകണേ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് തീരിയായ രംഗത്ത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا عليك توكلنا وإليك نبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. يا مغيث وغثنا يا مغيث وغثنا يا مغيث وغثنا بغياثك يا أرحم الراحمين. بمنك وكرمك وجودك ولطفك وإحسانك يا أكرم الأكرمين ويا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വാഹുവ ദഅവാനി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും.